നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇരുളും വെളിച്ചവും നിഴലും നിലാവും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന രാത്രി, ആരെയും കവിയാക്കുന്ന രാത്രി. കൊള്ളാലോ. എന്റെ സ്വന്തമൊന്നുമല്ല കേട്ടോ, മുൻപ് എവിടെ വായിച്ചതാ. എങ്കിൽ ഞാനൊരു കാവ്യം പറയട്ടെ. പറയാൻ ബാക്കി വെച്ച എന്റെ ജീവിതത്തിന്റെ കാവ്യം, എന്റെയും ഷാനുവിന്റെയും പ്രണയകാവ്യം. ഞങ്ങൾ എങ്ങനെ ഒന്നായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ആദ്യം മാത്രല്ല, നാളെ ഈ ലോകം മുഴുവൻ ചോദിക്കാൻ പോകുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം. അന്ന് ആ സംഭവത്തിന് ശേഷം ഒരാഴ്ചയോളം ഷാനുവിനെ കോളേജിലേക്ക് കണ്ടതേയില്ല. എനിക്കാകെ ടെൻഷനായി. അങ്ങനൊരു ദിവസം ഞാൻ ഷാനുവിന്റെ വീട് അന്വേഷിച്ചു ചെന്നു. അവിടെ ഞാൻ കണ്ട കാഴ്ച എന്നെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. അതേടോ, കോളേജില് ഞാനും താനും കണ്ട ഷാനു ആയിരുന്നില്ല യഥാർത്ഥ ഷാനു. ചേട്ടാ, ഈ ഷാനുവിന്റെ വീട് എവിടെയാ? ആ വീടാ. ഇവിടെ ആരും ഇല്ലേ? ആരാ? ഷാനുവിന്റെ വീട്. ഇത് തന്നെയാ. മോൾ എവിടുന്നാ? ഞാൻ ഷാനുവിന്റെ കൂടെ പഠിക്കുന്നതാ. ഓ, 2 ദിവസമായി ഷാനു കോളേജിൽ വന്നിട്ട്. അത് അന്വേഷിച്ചു വന്നതാ. ഓൻ കടലിൽ പോയേക്കുവാ. കടലിലോ? അതേ മോളെ, ഇപ്പൊ ചാകര സീസൺ അല്ലയോ, മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഓൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പഠിക്കുന്നതും വീട് നോക്കുന്നതും എല്ലാം. ഞാൻ എന്തെങ്കിലും പണിക്ക് പോവാന്ന് പറഞ്ഞാ അവൻ കേക്കത്തില്ല. ഉമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, മെയ്യനങ്ങാതെ വീട്ടിലിരിക്കാനാ അവൻ പറയുന്നത്. ഉമ്മയ്ക്ക് എന്താ അസുഖം? ഓ, അത് പറഞ്ഞാ തീരില്ല. ഇല്ലാത്ത അസുഖം ഒന്നുമില്ല. ഓൻ വരേണ്ട സമയമായി. എന്തായാലും മോൾ അകത്തേക്ക് കയറിയിരിക്കെ, ഞാനൊരു കാപ്പി എടുക്കാം. അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ പിന്നീട് ഒരിക്കലും വരാം. മോളെ, അല്ല മോളെ, പേര് പറഞ്ഞില്ലല്ലോ. പൂജ. ദേ ഷാനു വരുന്നുണ്ടല്ലോ. നീ ഏതായാലും ഇപ്പൊ വന്നത് നന്നായി. ഈ കുട്ടി പോകാൻ തുടങ്ങുമായിരുന്നു. നിന്നോടാരും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ? ഓ, എന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് എന്നെ പരിഹസിക്കാനായിരിക്കും അല്ലേ? ഷാനു, എന്താടാ ഇത്? ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നവരോടൊക്കെ പെരുമാറുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയൂ. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. ഇവൻ ഇങ്ങനെ ചുമ്മാതെ ഓരോന്നൊക്കെ പറയും. ചുമ്മാതെ ഒന്നുമല്ല. ഇനി മേല നിന്നെ പരിസരത്ത് കണ്ടാലുണ്ടല്ലോ. അതെ, കണ്ടാ നീ എന്തോ ചെയ്യും? ഇവള് നിന്നെ കാണാൻ വന്നതല്ല, പിന്നെ എന്നെ കാണാൻ വന്നതാ. മോള് വാ. നോക്കി നിൽക്കാതെ ആ മീൻ വെട്ടിക്കഴി വേഗം കൊണ്ടുവാ. ഊണ് കഴിക്കാൻ ഈ കുട്ടി ഉണ്ടാവും. അയ്യോ, എനിക്ക് വേണ്ട. അതെന്താ മോളെ,
ഞങ്ങൾ പാവങ്ങളുടെ വീട്ടിൽ നിന്ന് മോൾ ആഹാരം കഴിക്കില്ലേ? അയ്യോ അതല്ല. എന്നാ പിന്നെ വാ. എന്താ നട നോക്കി നിൽക്കുന്നത്? പോയി പറഞ്ഞ് പണി ചെയ്യടാ. എന്റെ റബ്ബേ, ഇങ്ങനൊരു മൊശകോടൻ. മോള് വാ. എടാ ഒന്ന് വേഗം പോയിട്ട് വാടാ. അത് വെട്ടിക്കഴുകി കൊണ്ടുവാ. ശ്ശേ, ഫോ. ഈ ഉമ്മ ഇത് എന്ത് ഭാവിച്ച? അത് ഒരു തുടക്കമായിരുന്നു. ഞാൻ അറിയായിരുന്നു അന്ന് വരെ ഞാൻ അറിയാത്ത ജീവിതം എന്താന്ന്, ഞാൻ അറിയാത്ത ഷാനു ആരാണെന്ന്. അവനറിയാതെ ഞാൻ അവനെ അറിയായിരുന്നു. അതെന്നാ വർത്തമാനമാടാ നീ പറയുന്നേ? എക്സാം എഴുതുന്നില്ലെന്നു തോന്നിവാസം പറഞ്ഞ അടിച്ചതിന്റെ ചെപ്പക്കുറ്റി ഞാൻ പൊട്ടിക്കും, പറഞ്ഞേക്കാം. അതല്ല അച്ചോ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. നീ ഒന്നും പഠിക്കണ്ട. ഉള്ള പഠിപ്പ് വെച്ചങ്ങ് എഴുതിയാ മതി. അങ്ങനെയല്ല അച്ചോ, അത് നീ എങ്ങനെ എഴുതിയാലും നിനക്ക് ഫസ്റ്റ് ക്ലാസ് ആടാ. എനിക്കറിയാത്താണോ നിന്നെ? വേണ്ട അച്ചോ, ഇത്തവണ ഏതായാലും ഞാൻ എഴുതുന്നില്ല. അടുത്ത വർഷം നന്നായി പഠിച്ചെഴുതിക്കോളാം. ഫീസ് അടയ്ക്കാൻ കാശില്ലല്ലേടാ. തുറന്നു പറയാൻ അഭിമാനം അനുവദിക്കുന്നുമില്ല അല്ലേ? എന്നാലേ നിന്റെ ഫീസ് ഞാൻ അടച്ചു. അച്ചോ, നിന്റെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. പോയി ചെന്ന് പഠിക്കാൻ നോക്കടാ. ചെല്ലടാ, ചെല്ല്. ഫാദർ, പേടിക്കണ്ട കുഞ്ഞേ. ഫീസ് അടച്ച നീയാണെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. നീ ചെയ്തത് വലിയൊരു കാര്യമാ മോളെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാനും വളഞ്ഞവട്ടത്തച്ഛനും ഒളിച്ചു വെച്ച ആ രഹസ്യം എങ്ങനെ ഒരിക്കൽ ഷാനു അറിഞ്ഞു. ഞാൻ ഷാനുവിനെ തിരിച്ചറിഞ്ഞ പോലെ അന്ന് ഷാനു എന്നെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ആരാധനയിലേക്കും പിന്നെ അടുപ്പത്തിലേക്കും പിന്നെ പ്രണയത്തിലേക്കും വഴിമാറി ഒഴുകി. പിരിയാനാവാത്ത വിധം ഞങ്ങൾ അടുത്തു.